1897 പുറത്തിറങ്ങിയ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവൽ നമ്മളിൽ പലർക്കും വളരെയധികം സുപരിചിതവും അതിന്റെ ഓരോ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ട്. ഈ നോവൽ വായിച്ചിട്ടില്ല എങ്കിൽ കൂടെ ഈ ഡ്രാക്കുള എന്ന പേര് നമുക്ക് വളരെയധികം സുപരിചിതമാണ്. ആ നോവലിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഡ്രാക്കുള എന്ന ആ കഥാപാത്രം ജീവിച്ചിരുന്ന ആ കൊട്ടാരമാണ്. ഡ്രാക്കുള എന്ന കഥാപാത്രത്തിന്റെ അന്തസത്തെ തന്നെ എടുത്തു കാണിക്കുവാൻ ബ്രാം സ്റ്റോക്കർ വിവരിച്ചിട്ടുള്ള ഒരു ഭയാനകരമായ കൊട്ടാരമാണ് നോവലിലെ ആ കൊട്ടാരം. എന്നാൽ ഡ്രാക്കുള എന്ന നോവലിന്റെ കഥയുമായി ബന്ധമില്ലെങ്കിലും ഡ്രാക്കുള കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൊട്ടാരം ഈ ലോകത്തുണ്ട്. റൊമാനിയയിലെ ബ്രാൻഡ് ട്രാൻസിൽവാനിയയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രാൻഡ് കാസിൽ. ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട ട്രാൻസിൽവാനിയയെ അധിനിവേശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വ്യാപാര മാർഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും സഹായകരമായി. പിന്നീട് ഈ കോട്ട റൊമേനിയൻ രാജകുടുംബത്തിന്റെ വസതിയായി മാറി. രാജ്ഞി മേരി ഈ കോട്ടയെ വിലമതിക്കുകയും തന്റെ കുടുംബത്തിന്റെ ഔദ്യോഗിക ഭവനമാക്കി മാറ്റുകയും ചെയ്തു. ബ്രാൻഡ് കാസിൽ എന്ന ഈ കോട്ടയ്ക്ക് ബ്രാം സ്റ്റോക്കറുടെ നോവലിൽ വിവരിച്ചിരിക്കുന്ന കോട്ടയുമായി സാദൃശ്യമുള്ളതിനാൽ ഈ കോട്ടയെ പിന്നീട് ഡ്രാക്കുള കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഈ കൊട്ടാരത്തിൽ അനേകം രഹസ്യ ഇടനാഴികൾ ഉള്ളതായി പറയപ്പെടുന്നു. 1920-ൽ കോട്ടയിൽ കണ്ടെത്തിയ ഒരു മറിഞ്ഞിരിക്കുന്ന വഴി 1-ാം നില മുതൽ 3-ാം നില വരെ നീളുന്ന ഈ വഴി അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് രക്ഷപ്പെടുവാൻ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഡ്രാക്കുള എന്ന കഥാപാത്രത്തിന് തന്നെ പ്രചോദനമായ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതും ശൂലത്തിൽ കയറ്റുക പോലെയുള്ള ക്രൂരമായ രീതികൾക്ക് പേരുകേട്ട ഭരണാധികാരിയായിരുന്ന വ്ലാഡ് ദി ഇംപാലർക്ക് ഈ കോട്ടയുമായി ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. അനേകം പ്രേത ഇതിഹാസങ്ങൾക്കും ഈ കോട്ട പേരുകേട്ടതാണ്. പ്രധാനമായും രാത്രികാലങ്ങളിൽ കോട്ടയ്ക്കുള്ളിലെ ചാപ്പലിലും ഹാളിലും അലഞ്ഞു നടക്കുന്ന ഒരു കുലീന സ്ത്രീയായ വൈറ്റ് ലേഡിയുടെ കഥ. ഈ ലേഡി പണ്ട് ആ കോട്ടയ്ക്കുള്ളിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന് ഇതിഹാസങ്ങൾ പറയുന്നു. ആ കോട്ടയ്ക്കുള്ളിലെ പല ജീവനക്കാരും അവിടെ വന്നിരുന്ന പല സന്ദർശകരും ഈ ലേഡിയെ കണ്ടതായി റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് അനുസരിച്ച് ഈ ലേഡിയെ കാണുന്നതിന് മുമ്പ് അന്തരീക്ഷം പതിവിലും അധികമായി തണുക്കുകയും തണുത്ത ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം അനുഭവപ്പെടുകയും തുണികളുടെ മർമ്മര ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നുവെന്നാണ്. വളരെ ഭയപ്പെടുത്തുന്ന ഈ കോട്ട 61 വർഷത്തെ ഉടമസ്ഥതയ്ക്ക് ശേഷം 2009-ൽ റൊമാനിയയിലെ രാജകുമാരി ഇലിയാനയുടെ പിൻഗാമികൾക്ക് കൊട്ടാരം തിരികെ നൽകിയതായി പറയപ്പെടുന്നു.